നെല്ല് സംഭരണത്തിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന അധിക വിഹിതം നിർത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുവാനുള്ള ശ്രമമാണെന്ന് പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രാക്ടറിൽ പ്രകടനം നടത്തിയ ഷാഫി പറമ്പിലും കൃഷ്ണകുമാറും ഇപ്പോൾ എവിടെയെന്നും EN സുരേഷ് ബാബു ചോദിച്ചു. കർഷകർക്കുള്ള പ്രോത്സാഹന വിഹിതം വേണ്ടിവന്നാൽ ഇനിയും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിലൊന്നാണ് പാലക്കാട്. ജില്ലയിൽ കർഷകർ നെല്ല് സംഭരണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാട് പരസ്യമാകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രാക്ടറിൽ യാത്ര ചെയ്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രകടനം നടത്തിയ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ ഇപ്പോൾ എവിടെയാണെന്നും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ചോദിച്ചു. കർഷകരോട് കടം പറയരുത് എന്ന് പറഞ്ഞ് ഉപവാസം കിടന്ന ആളല്ലേ ഈ പറയുന്ന ഷാഫി പറമ്പിൽ? എന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്? അദ്ദേഹം പാർലമെന്റ് മെമ്പറല്ലേ? പാർലമെന്റിനകത്ത് എന്താണ് ഒരു ചോദ്യം ചോദിക്കാത്തത്? അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയത് പാലക്കാട് ജില്ലയിലല്ലേ? ആ രാഷ്ട്രീയം തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ കർഷകരോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇതിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനെ വെറും ഒരു ഇലക്ഷൻ കാലഘട്ടത്തെ വോട്ടിന് വേണ്ടി മാത്രമായി കോൺഗ്രസ് ഉപയോഗിക്കുക, അല്ലാതെ BJPക്കെതിരായി ഒരു ശബ്ദം ഈ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് വായി തുറന്നിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച തുച്ഛമായ താങ്ങുവില അപര്യാപ്തമായതിനാലാണ് സംസ്ഥാന സർക്കാർ അധിക ബോണസ് നൽകി കാർഷിക വൃത്തിയെ പരിപാലിക്കുന്നത്. ഇത് നിർത്താൻ ആവശ്യപ്പെടുന്നതിലൂടെ കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. കേന്ദ്ര നിലപാട് തള്ളുന്ന സംസ്ഥാന സർക്കാർ ആവശ്യമെങ്കിൽ കർഷകർക്ക് പ്രോത്സാഹന വിഹിതം വർദ്ധിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.